രാഷ്ട്രീയക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരെല്ലാ കാലത്തും അധികാരത്തിലിരിക്കുമെന്ന്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ബംഗാളിൽ മമതയുടെ പാർട്ടിയും പിന്നെ കേന്ദ്രത്തിൽ BJPയും ഒക്കെ അതുതന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ കേരളത്തിലും ബംഗാളിലും സംഭവിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ അതും എല്ലാ കാലത്തും ഭരിക്കുമോ? ഒരു കാരണവശാലും ഇല്ല എന്ന് നമുക്കറിയാം. മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിൻ്റെ സൂചനയൊക്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒക്കെ ഉദയം. അത് യുവജനങ്ങളുടെ ആ അഭിലാഷത്തിൻ്റെ അവരുടെ ഒരു അതൃപ്തിയുടെ പ്രതിഫലനമായിട്ടാണത് അതിനെ കാണേണ്ടിയിരിക്കുന്നത്. എത്ര അടിച്ചമർത്തിയാലും അത് പിന്നെയും വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അമേരിക്കയിലും ഏകദേശം അതേ രീതിയിൽ സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ന്യൂയോർക്ക് മേയർ മാംദാനിയും. വാസ്തവത്തിൽ നമ്മുടെ ഒരു ഇന്ത്യക്കാരനാണെന്നുള്ളതിൽ നമ്മൾ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവർ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അമേരിക്കയിലെ 2 റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അത് ഈ ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആ ചീട്ടുകളുടെ പേര് പോലെയാണ്. ട്വീഡിൽ ഡി ആൻഡ് ട്വീഡിൽ ഡം. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും പേരിലുള്ള ഒരു ചെറിയ വ്യത്യാസം. ഡി എന്നും ഡം എന്നും ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ എന്നാണ് നമ്മൾ ഇതേവരെ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ മാറ്റം അങ്ങനെയല്ല, അങ്ങനെ പോയാൽ പോരാ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ഒരു വിഭാഗം ആളുകൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഉയർത്തു വന്നിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ മുമ്പ് ബെർണി സാൻഡേഴ്സ് ആയിരുന്നു അതിൻ്റെ വക്താവ്. ഇപ്പോൾ ആ സ്ഥാനം മാംദാനിക്ക് കൈവന്നിരിക്കുന്നു. അപ്പോൾ മാംദാനിയുടെ നേതൃത്വത്തിൽ യുവജനത, പ്രത്യേകിച്ച് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ മാറ്റം വേണം. അതുപോലെ തന്നെ ഈ ഡെമോക്രാറ്റിക് പോളിസിയിൽ മാറ്റം വേണം. ഈ ട്രംപിനെതിരെയൊക്കെയുള്ള നിലപാടിൽ ഉറച്ച നിലപാടുകൾ എടുക്കണം. അല്ലാതെ ഒരുതരം നട്ടലില്ലാത്ത രീതിയിൽ, മിണ്ടാട്ടമില്ലാത്ത രീതിയിൽ ഇരുന്നാൽ പോരാ. ശക്തമായിട്ട് രംഗത്ത് വരണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അത് മാംദാനിയാണതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സെനറ്റിലെ നേതാവ് ചക്ക് ഷൂമർ ന്യൂയോർക്ക് സെനറ്ററാണ്. അങ്ങനെയുള്ള ആളുകൾ, ജെഫ്രീസ് ഹൗസിലെ മൈനോറിറ്റി ലീഡർ, ഹക്കീം ജെഫ്രീസ്, അദ്ദേഹം ന്യൂയോർക്കുകാരനാണ്. ഇങ്ങനെയുള്ളവർ ആ ട്രഡീഷണൽ അനങ്ങാത്ത ആ പ്രതിപക്ഷ ഈ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമുള്ള ആ പ്രതിപക്ഷം, അതിനെതിരെയാണ് ഇവരെല്ലാം ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ശക്തമായ നിലപാടെടുക്കണം. വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി നിലകൊള്ളണം. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ രംഗത്ത് വരണം. പലസ്തീൻകാരെ ആക്രമിക്കാനുള്ള അവകാശം, അവരെ കൊല്ലാനുള്ള അവകാശമൊന്നും ഇസ്രായേലിനില്ല. അത് പ്രത്യേകിച്ച് അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ പണവും അമേരിക്കയുടെ ആയുധങ്ങളും കൊടുക്കുന്നത് പറ്റത്തില്ല. ഈ രീതിയിലുള്ള ശക്തമായ നിലപാടുകൾ അതുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. അപ്പം അത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്നാണ് അവർ പറയുന്നതെങ്കിലും ആ തീവ്രമായൊരു ഇടതുപക്ഷം, തീവ്രമായ ഒരു യുവജനതയുടെ അതൃപ്തിയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഇലക്ഷനിൽ നമ്മൾ കണ്ടു, മാംദാനി എൻഡോഴ്സ് ചെയ്ത 3 പേരാണ് തീവ്ര ലെഫ്റ്റിസ്റ്റ് ആളുകൾ. 3 പേരാണ് കോൺഗ്രസിലേക്ക് ഉള്ള പ്രൈമറിയിൽ വിജയിച്ചത്. അവർ തോൽപ്പിച്ചതാകട്ടെ വളരെ കാലമായിട്ട് കോൺഗ്രസ് അംഗങ്ങൾ. ഈ ഒരാൾ അഡ്രിയാനോ എസ്പൈലറ്റ്, അവരെത്ര 7 തവണയോ മറ്റോ കോൺഗ്രസ് അംഗമായിരുന്നു. അതുപോലെ തന്നെ ഡാൻ ഗോൾഡ്മാൻ, ഇങ്ങനെയുള്ളവരെയൊക്കെ കോൺഗ്രസിലേക്കുള്ള കോൺഗ്രസ്സിൽ വളരെ കാലമായിട്ടുള്ള ആളുകളെയാണ് ഈ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കുന്നത്. 29 വയസ്സ് 30 വയസ്സ് ഈ രീതിയിലാണ് അവരുടെ പ്രായം. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കണ്ടത് ഈ മെലറ്റ് കിറോസ് എന്ന് പറഞ്ഞ് കൊളറാഡോയിൽ അവർ വിജയിച്ചിരിക്കുന്നത്. 15 തവണ അവിടെ 15 തവണയായിട്ട് കോൺഗ്രസ് അംഗമായിരിക്കുന്ന വ്യക്തിയാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത്. ഇവർ ജനിക്കുമ്പോൾ അവർ കോൺഗ്രസ് അംഗമായി 1997. ഇപ്പോൾ 29 വയസ്സുള്ള ഇവർ ആ 29 വർഷവും കോൺഗ്രസ് അംഗമായിരുന്നു അവരെ തോൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ അതിനു പുറമെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ ലോസ് ആഞ്ചലസിൽ നിത്യാരാമൻ, അതുപോലെ തന്നെ ഈ വാഷിങ്ടൺ DC മേയർ സ്ഥാനാർത്ഥി ജാനീസ് ജോർജ്, അങ്ങനെയുള്ള ആളുകൾ, ഇവരെല്ലാം ആ ഒരു പുതിയ തലമുറയുടെ പ്രതിനിധികൾ. ഈ പഴയ നേതൃത്വത്തെ മാറ്റിക്കളയണമെന്ന് വിചാരിക്കുന്ന ആളുകൾ. അത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ ഒരു വിപ്ലവത്തിന് വഴിതെളിക്കുമെന്നാണ് പറയുന്നത്. മാറ്റത്തിന് വഴിതെളിക്കുമെന്ന്. യുവാക്കളുടെ ഒരു കൂട്ടായ്മയായിട്ട്, അവരുടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് അവർ വരും. പ്രത്യേകിച്ച് നമുക്കറിയാം, അമേരിക്ക ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാണ്. പക്ഷേ അതുപോലെ തന്നെ ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെയുണ്ട്. ഈ ഇന്ത്യയിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കടത്തിണ്ണയിൽ വേണേലും കിടക്കാം. എവിടെ കിടക്കും? കടത്തിണ്ണയിൽ ഈ തണുപ്പത്ത് കിടന്നാൽ ചത്തുപോകും. ആ അവസ്ഥയിലാണ് ഇവിടെ ആളുകൾ ധാരാളം പേര്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇവിടെ ചെറിയ മാറ്റങ്ങൾ, ചെറിയ തരം
സാമൂഹ്യ സേവന മാറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ ആളുകളൊന്നും ഈ വഴി കിടക്കേണ്ട അവസ്ഥയൊന്നും വരേണ്ടതില്ല. പിന്നെ ചുരുക്കം ചിലർ തലയ്ക്ക് പിന്നെ കഞ്ചാവ് അടിച്ചിട്ട് തലയ്ക്ക് വട്ടുപിടിച്ച് നടക്കുന്ന അങ്ങനെ കുറച്ച് പേരുണ്ടാവും. അവർക്ക് വഴി കിടന്നേ പറ്റൂ എന്നതൊഴിച്ചാൽ ആളുകൾ സാമ്പത്തികമായിട്ട് തകർന്നു പോയിട്ട് വീടില്ലാത്ത ഒരവസ്ഥയൊന്നും വരേണ്ട ഒരു കാര്യമില്ല ഈ മഹത്തായ രാജ്യത്ത്. അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിലെ വാടക ഈ റെൻ്റ് കൺട്രോൾ അത് 2 വർഷത്തേക്ക് ഏർപ്പെടുത്താനായിട്ട് ഈ പിന്നെ മാംദാനി ഈ കമ്മിറ്റി തീരുമാനിച്ചു. അത് മാംദാനിയുടെ വലിയ വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അതിനെതിരെ വലതുപക്ഷം വലിയ തീവ്രമായ ആക്രമണമാണ് നടത്തുന്നത്. ഈ ലാൻഡ് ലോഡ്സ് ഇതിൻ്റെയൊക്കെ വീടിൻ്റെ ഉടമസ്ഥർ അവർക്ക് ആവശ്യത്തിന് പണം കിട്ടില്ല, അതുകൊണ്ട് പിന്നെ അവിടെ പണികളൊന്നും നടക്കുകയില്ല, അവിടെ നന്നാക്കാൻ അവർക്ക് കഴിയില്ല, അങ്ങനെ മറ്റാമറിച്ചെന്നും പറഞ്ഞ്. പക്ഷേ ഈ ഇത്രയും സമ്പന്നമായ ഒരു രാജ്യത്ത് ഈ ആളുകൾ ഇങ്ങനെ ദരിദ്രമായ ഒരു അവസ്ഥയിൽ നമുക്കറിയാം. ഈ അമേരിക്കയിൽ ഒരു രോഗം വന്നു, അല്ലെങ്കിൽ പിന്നെ ജോലി പോയി, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. കാരണം ഇവിടെ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക. എന്തിനാണോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നത്? എല്ലാ കാര്യവും കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ നമ്മുടെ ഇൻഷുറൻസ് വേണം, ഈ കൃത്യമായിട്ട് പിന്നെ ടാക്സ് പേ ചെയ്യണം. അത് ടാക്സ് പേ ചെയ്യുന്നതൊക്കെ ഒരു ചടങ്ങാണ്, ഒരു വലിയ കാര്യമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടാണ്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പൈസ ഉള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ പൈസ ഇല്ലാത്തവർക്കോ, ജോലി പോകുന്നവർ, ഈ പിന്നെ കടുത്ത രോഗം വരുന്നവർ, ഇവരൊക്കെയാണ് വിഷമത്തിലായി പോകുന്നത്. അപ്പോൾ അവരെയൊന്നും സംരക്ഷിക്കുന്ന ഒരു സംവിധാനവും ഇല്ലതാനും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ നിലകൊള്ളുന്നതെന്നാണ് മാംദാനിയൊക്കെ പിന്നെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ വാദിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ കൂടെയാണ് ഇസ്രായേൽ വിരോധം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടത് കമലാ ഹാരിസ് മാംദാനിയുമായിട്ട് കൂട്ടുകൂടാനായിട്ട് വളരെ സുദീർഘമായ സംഭാഷണം നടത്തിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ഈ മുസ്ലിം വിഭാഗത്തെ പിന്നെ പിണക്കി കളഞ്ഞു. ഈ ബൈഡൻ പിന്നെ ഇസ്രായേലിനെ സഹായിക്കുന്നത് കൊണ്ട് അതിൻ്റെ ദേഷ്യത്തിൽ ഈ മുസ്ലിങ്ങളെല്ലാവരും കൂടി ട്രംപിന് വോട്ട് ചെയ്തു. പ്രത്യേകിച്ച് മിഷിഗണിലും മറ്റും. എന്ത് സംഭവിച്ചു? ട്രംപ് നേരെ ഓപ്പോസിറ്റായിപ്പോയി. ഇവരെന്ത് വിചാരിച്ചോ, ട്രംപിനെ നിയന്ത്രിക്കാം അല്ലെ സ്വാധീനിക്കാമെന്ന് ഇവർ വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ട്രംപ് ബൈഡനേക്കാൾ കൂടുതൽ ഇസ്രായേലിൻ്റെ അനുകൂലിയായി മാറി. നേരെ മറിച്ച് ബൈഡനോ അല്ലെ ഡെമോക്രാറ്റുകളോ ആണെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ ഇലക്ടറേറ്റ് വോട്ടർമാരുടെ അഭിലാഷം കുറേയെങ്കിലും അവർ കണക്കിലെടുക്കുമായിരുന്നു, കുറച്ചെങ്കിലും അവർക്ക് പേടിയുണ്ടാകുമായിരുന്നു. പക്ഷേ ട്രംപിന് ആ പേടിയേ ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ വരരുത് എന്ന് കരുതി കമലാ ഹാരിസൊക്കെ ഈ മാംദാനിയുടെ പിന്തുണ ഇപ്പം തന്നെ തേടിയിരിക്കുന്നു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. മാംദാനിയുടെ പിന്തുണ, മാംദാനി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് വരെ ചിലർ പറഞ്ഞു. അതിന് സാധ്യതയില്ല. കാരണം ഈ അദ്ദേഹം ഉഗാണ്ടയിലാണ് ജനിച്ചത്, 2018 അമേരിക്കൻ സിറ്റിസണായത്. അപ്പം ഈ പ്രസിഡന്റ് അമേരിക്കൻ സിറ്റിസൺ അല്ലാതെ, ജന്മന അമേരിക്കൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ആയിട്ട് മത്സരിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ അതിന് സാധ്യതയൊന്നുമില്ല. എന്തായാലും ഈ പിന്നെ കമലാ ഹാരിസിൻ്റെ ആ നീക്കം ശ്രദ്ധേയമായൊരു കാര്യമാണ്. അവർക്ക് ഈ പുതിയ തലമുറയെ കൂടെ പിന്നെ തനിക്ക് അനുകൂലമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ആ ലക്ഷ്യം. അപ്പോൾ അത് വിജയിച്ചാൽ അവർ ഈ അടുത്ത തവണ സ്ഥാനാർത്ഥിയാകേണ്ട സാധ്യത കൂടും. ഇപ്പം തന്നെ അവരാണ് മുന്നിൽ നിൽക്കുന്നത്. കാര്യം കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏതാണ്ട് 14%, ഇവർക്ക് ഏതാണ്ട് 28% പിന്തുണയുണ്ട്. ജനപിന്തുണ, വോട്ടർമാരുടെ പിന്തുണ ഇപ്പോഴുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ചെറിയ പിന്തുണയുള്ളൂ. പീറ്റ് ബൂട്ടജ്, പിന്നെ JB പ്രിസ്കർ, പിന്നെ ഇല്ലിനോയ് ഗവർണർ, ഇങ്ങനെയുള്ള ആളുകൾ, ആൻഡി ബഷാർ, കെൻഡക്കി ഗവർണർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരാളെയും കാണുന്നില്ല. ഈ എല്ലാം ഒരു തണുപ്പൻ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഉള്ളതിൽ ഭേദം ഇപ്പോൾ കുറച്ചൊരു കരിസ്മയെങ്കിലും ഉള്ളത് ഈ കമലാ ഹാരിസിനാണെന്ന് തോന്നിപ്പോകുന്നു. ഇനി വീണ്ടും അവർ വന്ന് ഒന്നുകൂടെ തോക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ. ഇതിൻ്റെ ഇടയിലാണ് നമുക്കറിയാം ഈ വർദ്ധിച്ചു വരുന്ന വർഗീയവാദം, അല്ലെങ്കിൽ വംശീയവാദം. അപ്പോൾ ഈ ഒഹായോ ഗവർണർ സ്ഥാനത്തേക്ക് വിവേക് രാമസ്വാമി ആയിരുന്നു മുന്നണിയിൽ നിന്നിരുന്നത്. അദ്ദേഹം പാട്ടും പാടി ജയിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പം പുതിയ പിന്നെ ഒപ്പീനിയൻ പോളിലൊക്കെ അദ്ദേഹം പിന്നോക്കം പോയിരിക്കുന്നു. ഈ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രസിഡന്റ് ട്രംപൊക്കെ കാര്യമായിട്ട് എൻഡോഴ്സ് ചെയ്തതാണ്, വൈസ് പ്രസിഡന്റ് JD വാൻസൊക്കെ. പക്ഷേ എതിർ സ്ഥാനാർത്ഥി ഏമി ആക്ടൻ, അവർ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി, അവരാണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് ഇന്ത്യക്കാരോടും പിന്നെ ഉള്ള ഒരു വിരോധം, അതുപോലെ തന്നെ വംശീയത വർദ്ധിച്ചു വരുന്നത്. ഒരു ഇന്ത്യക്കാരും അങ്ങനെയുള്ളത് പോരാ എന്നുള്ളൊരു ചിന്താഗതി അത് നാനാതരത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഈ ബർത്ത് റൈറ്റ്, ജന്മനായുള്ള പൗരത്വം, ജനിക്കുമ്പോൾ ലഭിക്കുന്ന ആ പൗരത്വം,
ആ അവകാശം സുപ്രീം കോടതി പിന്നെ അതേപടി നിലനിർത്തി. അത് വലിയൊരു കാര്യം തന്നെ. അതില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം, നമ്മുടെ മീൻസ് ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള നിലപാടുകൾ എത്രമാത്രം ശക്തിപ്പെടുമായിരുന്നു എന്ന്, എത്രമാത്രം വഷളാകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യവുമാണ്. അതെന്തായാലും വലിയ അനുകൂലമായ ഒരു കാര്യമായി മാറി. പിന്നെ ഇതിൻ്റെ കൂടെയാണ് മറ്റൊരു ഇന്ത്യൻ സ്ഥാനാർത്ഥി മിഷിഗണിൽ നിന്ന് ശ്രീ താനേദാർ കോൺഗ്രസിലേക്ക്. അദ്ദേഹവും ശക്തമായ എതിർപ്പാണ് നേരിടുന്നത്. അവിടെ കറുത്ത വർഗ്ഗക്കാരുടെ ഒരു മണ്ഡലമാണ്, അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അവിടെയാണ് ഇദ്ദേഹം വിജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രാവശ്യം കറുത്ത വർഗ്ഗക്കാരനായ ഒരു വ്യക്തി തന്നെ സജീവമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതും ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളുടെയൊക്കെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതും ആ സീറ്റും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുന്നു. അതേസമയം തന്നെ നമുക്കറിയാം ജഡ്ജ് ജൂലി മാത്യൂസ് ഈ ഫോർട്ട് ബെൻഡ് കൗണ്ടിയിൽ അവരെ വീണ്ടും ഡെമോക്രാറ്റിക് പാർട്ടി എൻഡോഴ്സ് ചെയ്തു. പ്രൈമറിയിൽ അവർ പരാജയപ്പെട്ടെങ്കിലും പാർട്ടി വീണ്ടും അവരെ എൻഡോഴ്സ് ചെയ്തു. അതുകൊണ്ട് അവർ വീണ്ടും മത്സരിക്കുന്നു. തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പിന്നെ സുരേന്ദ്രൻ പട്ടേൽ ഓൾറെഡി ബാലറ്റിലുണ്ട്. അദ്ദേഹവും വിജയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം ഇന്ത്യൻ സ്ഥാനാർത്ഥികൾ. അപ്പം കഴിയുന്നത്ര ഇന്ത്യൻ സ്ഥാനാർത്ഥികൾ നമ്മുടെ ചിന്താഗതിയോട് അനുസരിച്ച് നിൽക്കുന്ന ആളുകളും അവരെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യം തന്നെയായിട്ട് നമ്മൾ എടുക്കേണ്ടതുമുണ്ട്. എന്തായാലും ഈ മാംദാനിയുടെ ഉയർച്ച ഇവിടം വരെ എത്തുമെന്നാണ് ഇനി നമുക്കറിയേണ്ടിയിരിക്കുന്നത്.